കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഒരു വെറും വാഴയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വിചാരിച്ചാലെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് വിവാദങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടല്ല, പ്രത്യേകിച്ച് പെണ്ണ് വിഷയങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടല്ല. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇന്നും അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പിതൃത്വവും അദ്ദേഹത്തിൻ്റെ പേരും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു ഭർത്താവിനെതിരെ പോലും ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 2013 യാമിനി തങ്കച്ചി വന്നിരുന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അന്ന് UDFിൻ്റെ ഭാഗം ആയി തന്നെ ഉണ്ടായിരുന്ന PC ജോർജ് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്നത്. അദ്ദേഹത്തെ കിടപ്പുമുറിയിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ മോശമായ ഒരു അവസ്ഥയിൽ കാണാൻ സാധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് ഈ ഭാര്യ ഉന്നയിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് വാർത്തകളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള സമാനമായുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീ പായിച്ചിറ നവാസ്. തീർച്ചയായിട്ടും ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് വിവാദങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടല്ല, പ്രത്യേകിച്ച് പെണ്ണ് വിഷയങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ തന്നെ 2013 യാമിനി തങ്കച്ചി 2013 ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2013 അവസാനം 500 കോടിയോളം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും അതിൽ ഏകദേശം 200-225 കോടി രൂപ ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ ചേർന്ന് കൊടുത്താണ് ആ വിഷയം അവിടെ സെറ്റിലാക്കിയത്. അങ്ങനെയാണ് 2014 ഇവരെ വിവാഹം ചെയ്യുന്നത്. ഈ വിവാഹം ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം മറ്റ് നിരവധിയായ പെണ്ണ് വിഷയങ്ങളിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇന്നും അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പിതൃത്വവും അദ്ദേഹത്തിൻ്റെ പേരും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിനും വ്യക്തമായ ഒരു മറുപടി ഇന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ജയിലിൽ ഷെറിൻ കാരണവരെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അതിൽ വഴിവിട്ട് ഇടപെട്ടു എന്നും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇദ്ദേഹം അത് ചെയ്യിപ്പിച്ചത് എന്നും ജയിൽ മോചിപ്പിച്ചത് എന്നും വാർത്തയുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ, വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, കേസുകൾ ഒക്കെ വരുന്നത് ഇദ്ദേഹത്തിനെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടയുമായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെയും കൂടി ചേർത്താണ് വരുന്നത്. യാമിനി തങ്കച്ചിയുടെ കേസിലും അദ്ദേഹം നേരിട്ടിടപെട്ടു, ഈ കേസിലും അദ്ദേഹം നേരിട്ടിടപെട്ടു. പിന്നെ അഗസ്ത്യാവനത്തിൽ ഒരു അമ്മയെയും മകനെയും കാറ് തടഞ്ഞടിച്ച കേസിലും ഇവർ രണ്ടുപേരും അനിയനും ചേട്ടനുമായി നിന്ന് ഇടപെട്ടു. ഈ കേസിലും അദ്ദേഹത്തിൻ്റെ പേര് ഈ സ്ത്രീ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സ്ത്രീ പറയുന്ന ഒരു വിഷയം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ പെണ്ണ് വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ, ഡിഗ്രി അല്ലെങ്കിൽ PG എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇദ്ദേഹം പെണ്ണ് വിഷയത്തിൽ അമേരിക്കൻ സർവകലാശാലയിൽ നിന്നും ബിരുദമെടുത്ത ആളാണ് എന്ന് R ബാലകൃഷ്ണപിള്ള വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പെണ്ണുപിടിയനാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ
വന്നിരുന്ന് കരഞ്ഞു പറഞ്ഞതാണ്. അന്ന് ആ ചിത്രം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ആ സ്ത്രീ വന്ന് ഒരു ഭർത്താവിനെക്കുറിച്ച് ഒരു സമൂഹത്തിൽ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു ഭർത്താവിനെതിരെ പോലും ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 2013 യാമിനി തങ്കച്ചി വന്നിരുന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അവർ കരഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകൾ, അവരുടെ മക്കൾക്കുണ്ടായ ദുരനുഭവങ്ങൾ, ഈ ഭർത്താവെന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്നും നേരിടുന്ന പീഡനങ്ങളെല്ലാം തൊട്ട് 3-4 മണിക്കൂറുകൾക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ചിത്രം ഇന്നും 15-16 വയസ്സായ കുട്ടികളുടെ ഓർമ്മയിലുണ്ട്. കാരണം അന്ന് ആ കുട്ടികൾക്ക് 1-2 വയസ്സാണ്. ആ കുട്ടികളുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട് ഒരു മന്ത്രി ഒരു ഭാര്യയുടെ കയ്യിൽ നിന്നും അടിയെല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ ഭാര്യ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ണെല്ലാം അടിച്ചു പൊട്ടിച്ച് ഇവിടെയെല്ലാം മുറിവും രക്തവുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം നമുക്കന്ന് ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ നൽകിയത്. കാരണം ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ മാന്യതകൾ കാത്തു സൂക്ഷിക്കണം എന്നും എന്തൊക്കെ മാന്യതകൾ കാത്തു സൂക്ഷിക്കേണ്ട എന്നും രണ്ടും തട്ടായി തരംതിരിക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ഇദ്ദേഹത്തിനെതിരെ വന്നത് ഈ ഒരു വിഷയം മാത്രമല്ല. അന്ന് UDFിൻ്റെ ഭാഗം ആയി തന്നെ ഉണ്ടായിരുന്ന PC ജോർജ് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വരുതിയിൽ വരുത്താൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിലപേശാൻ ഇദ്ദേഹം സോളാർ കേസിലെ പ്രതി ജയിലിൽ നിന്ന് എഴുതി കൊടുത്ത കത്തിൽ 5 പേജ് ഇദ്ദേഹം ചേർത്തു എന്ന് അന്നത്തെ സോളാർ കേസിൻ്റെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണനാണ് പറഞ്ഞത്. ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിൽ തന്നെ പല ഭാഗങ്ങളും അതിൽ വ്യക്തമാകുന്നുണ്ട്. പേരുകൾ എഴുതി ചേർത്തതാണ്, 5 പേജുകൾ കൂട്ടിച്ചേർത്തതാണ്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണ്. K. കരുണാകരൻ കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസം ചാണക്യൻ എന്ന് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു ചാണക്യനായിരുന്നു R. ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പിതൃത്വപരമായുള്ള ഒരു പിതാവിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങളൊന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിലും രാഷ്ട്രീയപരമായി കിട്ടേണ്ട ബുദ്ധിയും രാഷ്ട്രീയപരമായി കിട്ടേണ്ട തന്ത്രങ്ങളും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ അത് K. മുരളീധരന് പോലും ഇല്ലാത്തതാണ്. കാരണം എവിടെ എങ്ങനെ നിൽക്കണമെന്നും ഏത് ഭരണം വന്നാൽ ആരെ പിടിക്കണമെന്നും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിനെതിരെ 1, 2, 3, 4 ആരോപണങ്ങളല്ല, നിരവധി ആരോപണങ്ങൾ. തൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി കൊടുത്താണ് യാമിനി തങ്കച്ചിയുടെ കേസ് സെറ്റിൽ ചെയ്തത്. ഒരു ഭാര്യ, ആദ്യത്തെ ഒരു വിഷയം, ഒരു തെറ്റുകൾ മനുഷ്യനാകുമ്പോൾ സംഭവിക്കാം, അത് സാധാരണക്കാർക്കും സംഭവിക്കാം. പക്ഷേ ആ തെറ്റിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു മന്ത്രിയായിരിക്കുന്നയാൾ, ഒരു സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു മതസംഘടനയുടെ പോലും, ഒരു ജാതി മതസംഘടനയുടെ പോലും തലപ്പത്തിരിക്കുന്ന ഒരാൾ രണ്ടാമതുള്ള ആദ്യം പാളിച്ചകൾ കണ്ടു വേണം മുന്നോട്ട് പോകാൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം പാളിച്ചകൾ മാത്രമാണ് കാണിക്കുന്നത്. അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ ആക്രമിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയമുണ്ടായി. ആ സ്കൂളിനെതിരെ, സ്കൂളിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, സ്കൂളിൻ്റെ ഗുണത്തിന് വേണ്ടി സംസാരിച്ച അധ്യാപകരാരും ഒന്നും അവിടെ ഇല്ല. ആ അധ്യാപകർ പലരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. കാരണം ഇദ്ദേഹം ഒരു ഗുണ്ടായിസമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് കൊട്ടാരക്കരയിലെ ഒരുവിധം എല്ലാവർക്കും അറിയാം. പിന്നെ ഈ സംഭവം നടന്ന് ഒരു ഭാര്യ, രണ്ടാമത്തെ ഭാര്യ അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാര്യ വന്ന് പൊതുസമൂഹത്തോട് അവസാനം ഒരു ഗത്യന്തരമില്ലാതെ വിളിച്ചു പറയണമെങ്കിൽ ആ സ്ത്രീയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും?
മുഖ്യമന്ത്രിയുടെ മകളെ അടക്കം വിളിച്ചു പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ്. കാരണം അവർക്കറിയാം കേരളത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഒരു വെറും വാഴയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വിചാരിച്ചാലെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയാം പിണറായി വിജയനല്ല ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്, ഭരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഭരിക്കുന്നത് വീട്ടിലെ അടുക്കള ഭരിക്കുന്നവർ തന്നെയാണ് ആഭ്യന്തരവും ഭരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഏതൊക്കെയോ നേതാക്കന്മാർ ചോദിക്കുന്ന കേട്ടു എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ചില്ല എന്ന്. ഈ രാജ്യത്ത് ഒരു വിഷയമുണ്ടാകുമ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിയെ വിളിക്കാൻ നിന്നാൽ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ സമയം കിട്ടുമോ? അതിന് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോവേണ്ട കാര്യം വില്ലേജ് ഓഫീസിൽ തന്നെ പോകണം. പോസ്റ്റ് ഓഫീസിൽ പോവേണ്ട കാര്യം പോസ്റ്റ് ഓഫീസിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ പോവേണ്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ പോകണം. മാർക്കറ്റിൽ പോവേണ്ട കാര്യം മാർക്കറ്റിൽ പോകണം. എൻ്റെ വീട്ടിൽ കറണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാവോ? എൻ്റെ വീട്ടിലെ വഴി ആരെങ്കിലും തടഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാവോ? എനിക്ക് BPL കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാവോ? എൻ്റെ വീട്ടിലാരെങ്കിലും ആക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാൻ തയ്യാറാവോ? ഇതിനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരത്രയും രഹസ്യമായി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ മറ്റ് മാധ്യമങ്ങളോട് പറയാതെ പോലീസ് സ്റ്റേഷനിൽ മറ്റൊന്നും പരാതി കൊടുക്കാതെ ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ കൊടുത്തത് ആർക്കാണ്? ഇൻഫർമേഷൻ കൊടുത്തത് ആർക്കാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ്റെ മകളോടാണ്. അപ്പോൾ അവർക്ക് അത്രയും ബന്ധങ്ങളുണ്ടായിരിക്കാം. സാധാരണക്കാർക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ സഹോദരിക്കോ ഇതൊരു വിഷയം വന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നേരെ ചൊവ്വേ സംസാരിക്കാനുള്ള അധികാരം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ അധികാരത്തിൻ്റെ ഒരു സുഖലോലുപതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ വിഷയം വരുമ്പോൾ ഇവരെയൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇമെയിൽ അയക്കാം. മുഖ്യമന്ത്രി നേരിട്ട് ഇമെയിൽ അയച്ചാൽ പോലും മുഖ്യമന്ത്രി 3 മണിക്കൂറിനകത്ത് FIR ഇടുന്നു. മുഖ്യമന്ത്രി അതിജീവിതമാരെ സ്പെഷ്യൽ ഗസ്റ്റ് ഹൗസിൽ സ്വീകരിക്കുന്നു. സാധാരണ അതിജീവിതമാർക്കൊന്നും ഈ ഒരു ആനുകൂല്യം കിട്ടാറില്ല. അപ്പോൾ അതിജീവിതമാർ പീഡിപ്പിക്കപ്പെടുന്നവർ 3-4 തരം ഉണ്ട്. ഒന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ അതിജീവിതമാർ. 2 ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉള്ള അതിജീവിതമാർ. 3 രാഷ്ട്രീയ സ്വാധീനവും മടി സ്വാധീനവും സൗന്ദര്യ സ്വാധീനവും ഉള്ള അതിജീവിതമാർ. 4 വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തയ്യാറായി നിൽക്കുന്ന അതിജീവിതകൾ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇത്രയും ദിവസമായല്ലോ ഇവർ പരാതി കൊടുത്തിട്ട്. ഈ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിലാണല്ലോ അവർ വിളിച്ചു പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിലാണല്ലോ വിളിച്ചു പറഞ്ഞത്. രേഖാമൂലം പരാതിയുടെ ആവശ്യമില്ലല്ലോ. രേഖാമൂലം പരാതി അവർ 112 വിളിച്ചില്ലേ? 112 വിളിക്കുന്നത് രേഖയല്ലേ? 112 ഒരു സ്ത്രീ വിളിക്കണമെങ്കിൽ ആ സ്ത്രീ അവസാന ശ്രമവും എന്നുള്ള രീതിയിലല്ലേ? CPM മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് എന്തുമാത്രം നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് സംശയം. ഒരു നിയമ നടപടികളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ ഒരു നിയമ നടപടികളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇതിപ്പോൾ എന്തായാലും മന്ത്രിസഭയുടെ സമയം എന്ന് പറയുന്നത് വെറും ഒരു 35-40 ദിവസമാണ്. ഈ 40 ദിവസത്തേക്ക് ചിലപ്പോൾ ഗണേഷ് കുമാർ രാജിവെക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരും. പക്ഷേ ഗണേഷ് കുമാർ രാജിവെച്ചാലും ഗണേഷ് കുമാറിൻ്റെ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് യാതൊരു കുറവും സംഭവിക്കില്ല. കാരണം ഗണേഷ് കുമാർ എന്തായിരുന്നുവെന്നും ഗണേഷ് കുമാർ ആരാണ് എന്നും ഇവിടെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. മുഖ്യമന്ത്രിക്കും കൃത്യമായി അറിയാമെന്നുള്ളത്. മുഖ്യമന്ത്രിക്കും കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രിയെ വിലപേശിയില്ലേ അദ്ദേഹം? ഈ മന്ത്രി സ്ഥാനം കിട്ടുന്നതിന് മുമ്പ് പല വേദികളിലും മുഖ്യമന്ത്രി അദ്ദേഹം വെല്ലുവിളിച്ചില്ലേ? ഞങ്ങൾക്ക് അവകാശപ്പെട്ടതിനെ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം 24 മണിക്കൂറിനകത്ത് അദ്ദേഹം വാങ്ങിച്ചെടുത്തില്ലേ? ചീഫ് സെക്രട്ടറി കൊടുക്കണ്ട എന്ന് പറഞ്ഞ സ്ഥാനം അദ്ദേഹം 24 മണിക്കൂർ കൊണ്ട് വിലപേശി അത് വാങ്ങിയില്ലേ? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു ആഗ്രഹവുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തെ നമ്മളാരും രാഷ്ട്രീയത്തിലോ മറ്റും പൊതുമേഖലയിലൊന്നും കേട്ടിട്ടില്ല. ഒരു മരുന്ന് മാഫിയയുടെ ആളാണെന്നാണ് പറയപ്പെടുന്നത്. അതെന്താവട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഈ സ്ത്രീക്ക് വേണ്ടി, ഇതൊരു സ്ത്രീയാണല്ലോ,
മറ്റ് അതിജീവിതമാരും സ്ത്രീയാണ്. ഈ സ്ത്രീക്ക് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികരോ ഇടതുപക്ഷ ഫെമിനിസ്റ്റുകളോ ഇടതുപക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആൾക്കാരോ ഇടതുപക്ഷത്തിൻ്റെ സാഹിത്യം അരച്ച് കരക്കി രാവിലെ ഒരു ഉരുള, ഉച്ചയ്ക്ക് 2 ഉരുള, വൈകിട്ട് 3 ഉരുള ആയിട്ട് ഭക്ഷണമായി കഴിക്കുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സ്ത്രീവാദികളോ വനിതാ മതിലുണ്ടാക്കിയവരോ ചൈന മതിൽ പൊളിച്ചവരോ ഒരൊറ്റ ഒരുത്തികളെയും കാണാനില്ല. ഒരൊറ്റ ഒരുത്തികളെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഈ സ്ത്രീക്ക് നീതി വേണം, ഈ സ്ത്രീക്ക് ന്യായമായ നിയമ നടപടികൾ ഈ സ്ത്രീക്ക് കിട്ടണം എന്ന് പറയാൻ ഒരെണ്ണത്തിനും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവരുടെ കാഴ്ചപ്പാടിൽ ഇത് വെച്ച് കെട്ടിയ ഒരു സ്ത്രീ ആയിരിക്കും. അവരുടെ കാഴ്ചപ്പാടിൽ ഇത് യഥാർത്ഥ ഒരു സ്ത്രീ ആയിരിക്കത്തില്ല. എത്രയോ വിവാദങ്ങളുണ്ടായി. ഇപ്പം അടുത്ത സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടമായിരുന്നാലും അതുപോലെ മറ്റ് എന്തെല്ലാം വിഷയങ്ങളിൽ ഇടത് സഹയാത്രികർ അവരുടെ ഫേസ്ബുക്കുകൾ ഉറക്കമില്ലാതെ ഇരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ്? അപ്പോൾ ഇതും സെലക്റ്റീവാണ്. അതിജീവിത സെലക്റ്റീവ്, രാഷ്ട്രീയം സെലക്റ്റീവ്, രാഷ്ട്രീയ നേതാക്കന്മാർ സെലക്റ്റീവ്, പീഡിപ്പിക്കുന്നവൻ സെലക്റ്റീവ്, എല്ലാം സെലക്റ്റീവാണ്. അതേസമയം ഈ ഒരു വിഷയത്തിൽ KB ഗണേഷ് കുമാർ ഭാര്യയായ ബിന്ദു മേനോനോട് ക്ഷമാപണം നടത്തി എന്നുള്ള വാർത്തയും നിലവിൽ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി അദ്ദേഹം സംസാരിച്ചു. ഇന്നലെ താൻ വൈകാരികമായി നടത്തിയ പ്രകടനമാണ് എന്നാണ് ബിന്ദു മേനോൻ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇനി കേസുമായി മുൻപോട്ട് പോകുന്നില്ല എന്നും പോലീസിൽ കേസ് നൽകില്ല എന്നും ബിന്ദു മേനോൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗണേഷിനെ താൻ സ്നേഹിക്കുന്നു എന്നും ഇനിയും തങ്ങളെ വേട്ടയാടരുത് എന്നും ബിന്ദു മേനോൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.